നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിനെ കുറിച്ചിട്ടും അത് ബ്രേക്കപ്പ് ആവുന്നതിന് കാരണങ്ങളും അവർ ഫേസ് ചെയ്യുന്ന ചാലഞ്ചസ് എന്തൊക്കെയാണ്, അത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു എന്നൊക്കെ പറഞ്ഞു അല്ലേ. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത് അത് പതിയെ പതിയെ ആ ഒരു റിലേഷൻഷിപ്പ് മെല്ലെ താഴ്ന്നു പോവുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ കൈവിട്ട് പോവുകയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് ഞാനൊരു വീഡിയോ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. എങ്ങനെ ആ റിലേഷൻഷിപ്പ് ബ്രേക്കപ്പ് ആയി പോകുന്നു, നമുക്ക് എങ്ങനെ മനസ്സിലാക്കാം എന്നുള്ളത് നമുക്ക് നോക്കാം. വെൽക്കം ടു ജസ്റ്റ് ടോക്ക്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, കണ്ടിന്യൂസ് ആയിട്ട് ഡെയിലി എപ്പോഴും വഴക്കുണ്ടാകുന്ന ഒരു സിറ്റുവേഷൻ വരിക. നമ്മൾ എങ്ങനെയൊക്കെ അത് സോൾവ് ആക്കി നോക്കിയാലും സോൾവ് ആവാത്ത കുറേ അൺസോൾവ്ഡ് ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മുടെ ലൈഫിൽ, നമ്മുടെ പാർട്ട്നേഴ്സിൻ്റെ ഇടയിൽ എപ്പോഴും ഉണ്ടായിരിക്കും. ഇനി മേ ബി സോൾവ് ചെയ്താലും 2 ദിവസം നല്ലപോലെ ഉണ്ടാവും, വീണ്ടും ഒരു ഇഷ്യൂ നമ്മുടെ ലൈഫിലോട്ട് വരികയാണ്. എപ്പോഴും നമുക്ക് നമ്മുടെ കയ്യിൽ നിൽക്കാത്ത കുറേ സംഘർഷങ്ങളും എപ്പോഴും പ്രശ്നങ്ങളും ടെൻഷൻസും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഒരു പാർട്ട്നേഴ്സ് ആകുമ്പോൾ എപ്പോഴും വഴക്കിട്ടുകൊണ്ടിരിക്കില്ല. വഴക്ക് വേണം, വഴക്കുണ്ടാവും, ഓഫ് കോഴ്സ് ഉണ്ടായിരിക്കും, 2 വ്യക്തികളാണ്. പക്ഷെ കണ്ടിന്യൂസ് ആയിട്ട് ഇത് വരുമ്പോൾ നമുക്ക് അതിൻ്റെ ഒരു സൈൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഡൗട്ട്സ്, സംശയം വരിക അല്ലേ. ഈ സംശയമൊക്കെ ഒരാളിൽ വന്ന് പെട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നം ഭയങ്കരമാണ്. ഒരു തവണ വന്നാൽ തീരെ മാറിക്കിട്ടില്ല എന്നൊക്കെ പറയും. ഭയങ്കരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്. അപ്പോൾ സാധാരണയായിട്ട് ചിലപ്പോൾ ഒരു വ്യക്തിയിൽ ജലസ് ഉണ്ടായിരിക്കും, ഇൻസെക്യൂരിറ്റീസ് ഉണ്ടായിരിക്കും, അതൊക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അതിൽ കൂടുതലായിട്ട്, സാധാരണയിൽ കൂടുതൽ നമ്മുടെ പാർട്ട്ണർക്ക് നമ്മളോട് ഒരു ജലസ് ഫീൽ ചെയ്യുക, ഇൻസെക്യൂരിറ്റി ഫീൽ ചെയ്യുക, അല്ലെങ്കിൽ ഡൗട്ട്സ് ഉണ്ടാവുക. എന്ത് കാര്യത്തിനും കുത്തി ചോദിക്കുക, അതെന്താ, ഇതെന്താ ഇങ്ങനെ, മറ്റേതെന്താ അങ്ങനെ, ഇതെന്താ ഇങ്ങനെ, നീ എന്താ അങ്ങനെ എന്ന് പറഞ്ഞിട്ട് വെറുതെ നമ്മളടുത്ത് കുറേ കാര്യങ്ങൾ ചോദിക്കുക. എപ്പോഴും പതിവില്ലാത്ത കുറേ ആറ്റിറ്റ്യൂഡ്സ് നമ്മളടുത്ത് കാണിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ട്രസ്റ്റ് എന്ന് നമുക്കറിയാം. ഒരു വിശ്വാസക്കുറവ് അല്ലേ. പതിവില്ലാണ്ട് നമ്മളടുത്ത് ഇങ്ങനെ ചുമ്മാ ഒരു കാര്യവും ഇല്ലാണ്ട്, ഒരു റീസണും ഇല്ലാണ്ട് വഴക്കിടാൻ വരിക. നമ്മളെടുത്ത് അങ്ങോട്ട് പോകരുത്, ഇങ്ങോട്ട് പോകരുത്, അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നമ്മളിങ്ങനെ വല്ലാണ്ട് കൺട്രോൾ ചെയ്ത് വെക്കുക. അങ്ങനത്തെ ഒക്കെ ഒരു ബിഹേവിയർ വന്നു കഴിഞ്ഞാൽ ആകെ പ്രശ്നമാണ് അല്ലേ. എപ്പോഴുള്ളൊരു വ്യക്തിയല്ലല്ലോ ഇപ്പോൾ തൊട്ട് എന്താ ഇങ്ങനെയെന്നൊക്കെ ചോദിച്ചു തുടങ്ങിയാൽ നമുക്കറിയാം അയാളിൽ എന്തൊക്കെയോ മാറ്റങ്ങൾ വന്ന് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളത് അല്ലേ. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ട്രസ്റ്റ് ആണ്. പതിവില്ലാണ്ട് നമ്മളെടുത്ത് ഒരു റീസണും ഇല്ലാണ്ട് വഴക്കിടാൻ വരിക, ഓവറായിട്ട് പൊസസീവ്നെസ് കാണിക്കുക. പൊസസീവ്നെസ് ഒരു റിലേഷൻഷിപ്പിൽ ഉണ്ടായിരിക്കും. അത് കുറച്ചൊക്കെ നല്ലതാണ്, കുറച്ചൊക്കെ രസമാണ്, നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്നവർക്കാണെന്നുണ്ടെങ്കിൽ ഓക്കെ. പക്ഷെ അത് ഓവറായി കഴിഞ്ഞാൽ നമുക്ക് ആർക്കും താങ്ങാൻ പറ്റുന്ന ഒരു വിഷയമല്ല അല്ലേ, ഓവർ പൊസസീവ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചെയ്യരുത്, ഇത് ചെയ്യരുത്, നീ അയാളെ മീറ്റ് ചെയ്യരുത്, ഇയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാടില്ല, ഫ്രണ്ട്സ് വേണ്ട, അത് വേണ്ട, ഇത് വേണ്ട എന്ന് പറഞ്ഞിട്ട് നമ്മളിങ്ങനെ ഓവറായിട്ട് കൺട്രോൾ ചെയ്യുക, പൊസസീവ്നെസ് കാണിക്കുക എന്ന് വെച്ചാൽ നമുക്ക് താങ്ങാൻ പറ്റാവുന്നതിലും അപ്പുറമായിട്ടുള്ള ഒരു കാര്യമായിരിക്കും അത്. പിന്നെ നമ്മുടെ ആ ഒരു ഇമോഷണൽ കണക്ഷൻ ഇല്ലേ, അത് പോകെ കമ്മിയാവുന്നത്. ഇപ്പോൾ നമ്മൾ തീരെ സംസാരിക്കുന്നുണ്ടാവില്ല, ആദ്യത്തെ പോലെ നമ്മൾ നല്ല രീതിക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല, ടോക്ക് ഉണ്ടാവില്ല. ചിലപ്പോൾ ഈ സംസാരം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും, ഈ സംസാരം ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു ഇമോഷണൽ ബോണ്ട്, ആ ഒരു ഇമോഷണൽ കണക്ഷൻ നമുക്ക് കിട്ടിക്കൊള്ളുന്നില്ല. അവർ ഇമോഷണലി സംസാരിക്കുന്നത് നമുക്ക് കേൾക്കാൻ നമ്മൾ തയ്യാറായിക്കൊള്ളുന്നില്ല, നമ്മൾ കറക്റ്റായിട്ട് അത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല. നമ്മളൊരു മൊത്തത്തിൽ അവരെ കമ്മ്യൂണിക്കേഷനൊക്കെ കാര്യങ്ങളൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്യുന്ന പോലെ അവരെത്രത്തോളം ഫീൽ ചെയ്ത് സംസാരിച്ചാലും. നാലാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇമോഷണൽ ബോണ്ട്. ആ ഒരു ഇമോഷണൽ ബോണ്ട് നമുക്ക് പതിയെ മിസ്സായി തുടങ്ങും. നമ്മളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ കുറവായിരിക്കും, സംസാരമൊന്നും ഉണ്ടായിരിക്കില്ല. ചില സമയത്ത് ചിലപ്പോൾ സംസാരം ഉണ്ടായിരിക്കും, കമ്മ്യൂണിക്കേഷനൊക്കെ ഉണ്ടായിരിക്കും, പക്ഷെ ഇമോഷണലി ഉള്ള ആ ഒരു കമ്മ്യൂണിക്കേഷൻ പൊതുവെ കുറഞ്ഞു വരും. ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് നമുക്ക് ഉണ്ടായിരിക്കില്ല. ഇമോഷണൽ സപ്പോർട്ട് പൊതുവെ കുറഞ്ഞു വരാനായിട്ട് തുടങ്ങും. ഇനിയിപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ്റെ കേസ് തന്നെ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പൊതുവെ അവരുടെ കമ്മ്യൂണിക്കേഷൻ മെല്ലെ അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങും. അവരിനി എത്രയൊക്കെ നമ്മളത് സംസാരിച്ചാലും നമ്മൾ പ്രോപ്പറായിട്ട് അത് മനസ്സിലാക്കുന്നുണ്ടായിരിക്കില്ല, കേൾക്കുന്നുണ്ടായിരിക്കില്ല. ഇമോഷണലി അവരെന്തൊക്കെ കാര്യങ്ങൾ നമ്മളടുത്ത് ഫീൽ ചെയ്ത് സംസാരിച്ചാലും നമ്മൾ വല്ലാണ്ട് അത് ഉള്ളിലോട്ട് എടുക്കാണ്ടിരിക്കുകയായിരിക്കും ചെയ്യുക. നമ്മളെന്തോ ആരോ ഒരാൾ പറയുന്നു എന്നുള്ളൊരു ലെവലിൽ നമ്മൾ ഇതിലൂടെ കേട്ട് ഇപ്പുറത്തൂടെ വിടുന്ന ഒരു സെറ്റപ്പ് ആയിരിക്കും. നമ്മൾ വല്ലാണ്ട് യാതൊരു തരത്തിലും അയാളുമായിട്ട് പറയുന്ന കാര്യങ്ങളൊന്നും ഒരു ബന്ധവും ഉണ്ടാവാണ്ട്, കേൾക്കാണ്ട്, മനസ്സിലാക്കാണ്ട്, ഉള്ളിലേക്ക് എടുക്കാണ്ട്, തിരിച്ച് അതിനനുസരിച്ച് റിപ്ലൈ കൊടുക്കാണ്ട്, പ്രോപ്പർലി കമ്മ്യൂണിക്കേഷനുമായിട്ട് വല്ലാണ്ട് നമ്മൾ ഒരു ബന്ധവും ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തുന്ന ഒരു സിറ്റുവേഷൻ വരും. ആറാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഫ്യൂച്ചർ ഡിസ്കഷൻസ് മെല്ലെ കുറഞ്ഞു തുടങ്ങുക എന്നുള്ളതാണ്. ഒരു പാർട്ട്ണർ ആയിരിക്കും
ആയിരിക്കുന്ന സമയത്ത്, നമ്മളൊരു റിലേഷൻഷിപ്പിൽ ഇരിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന സമയത്ത് നമ്മളെപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കാം നമ്മുടെ ഒരു ഫ്യൂച്ചർ എന്തായി തീരും, നമ്മുടെ മാരേജ് അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കുട്ടികൾ, അല്ലെങ്കിൽ ഒരു വീടിൻ്റെ പണിയാണെന്നുണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പ്ലാനിങ്സ്, കരിയർ, അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ, ഫാമിലി പ്ലാനിങ് എല്ലാം നമുക്ക് സംസാരിക്കാനുണ്ടായിരിക്കും. പക്ഷേ ഈ ഫ്യൂച്ചറിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കാണ്ടാവുക, അതിൽ നിന്നൊക്കെ മെല്ലെ മെല്ലെ അവോയ്ഡ് ചെയ്യുക. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം, ഒരു റിലേഷൻഷിപ്പിൽ ഫ്യൂച്ചർ പ്ലാനിങ് ഇല്ലാണ്ട് ഒരു ലൈഫ് ടൈം കമ്മിറ്റ്മെൻ്റ് ആണ് അല്ലേ നമ്മുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. അതിലൊരു ഫ്യൂച്ചറിലെ കാര്യങ്ങളൊന്നും സംസാരിക്കാണ്ട് പരസ്പരം ഒരുമിച്ചിരുന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പ്ലാൻ ചെയ്യാണ്ട് മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് പറയുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്യാണ്ടാവുമ്പോഴും നമ്മുടെ ക്വാളിറ്റി ടൈം ഒരുമിച്ചിരുന്ന് സ്പെൻഡ് ചെയ്യാണ്ടാവുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ള വിഷയങ്ങളൊക്കെ നമുക്ക് മെല്ലെ മെല്ലെ സ്മെല്ല് ചെയ്യാൻ തുടങ്ങും. ഓക്കെ, മെല്ലെ എന്തൊക്കെയോ ഇഷ്യൂസ് നമ്മുടെ റിലേഷൻഷിപ്പിലുണ്ട്. അത് മനസ്സിലാക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. എപ്പോഴും നിങ്ങൾ സ്വയം ചിന്തിക്കുക, നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആണോ, എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ സ്വയം മനസ്സിലാക്കേണ്ടത് അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ, എന്തൊക്കെയാണ് നമ്മുടെ റിലേഷൻഷിപ്പിലെ പ്രോബ്ലംസ് എന്നുള്ളത് നിങ്ങൾ ഓപ്പണായിട്ട് നിങ്ങളുടെ പാർട്ട്ണറുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. ഹെൽത്തി ആയിട്ട് സോൾവ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ, സൊല്യൂഷൻസ് നമ്മൾ കണ്ടെത്തുക. ഇനി മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന കാര്യമാണെന്നുണ്ടെങ്കിൽ കൊണ്ടുപോകാം, ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ വെച്ച് നല്ല രീതിക്ക് അത് അവസാനിപ്പിക്കാനായിട്ട് നോക്കുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കായാലും നിങ്ങളുടെ പാർട്ട്ണർക്കായാലും അത് നല്ല രീതിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഓക്കെ ആണോ എന്നുള്ളത് നിങ്ങൾ ഒന്ന് റീതിങ്ക് ചെയ്ത് നോക്കൂ. ഓക്കെ, പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് റിലേഷൻഷിപ്പിൽ ഇരിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ.